ഇന്ന് നമുക്ക് ചായക്കട സ്റ്റൈൽ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 3 സവാള, ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ 2-3 എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം പൊടിയായി അരിഞ്ഞെടുക്കുക. സവാള ഒരുപാട് പൊടിയാക്കണ്ട, ഒരു ഹാഫായിട്ട് മുറിച്ചിട്ട് നമ്മൾ നീളം വളരെ കുറച്ച് അരിഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഒരു വലിയ കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ പച്ചമുളക്, സവാള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് കൈവച്ചൊന്ന് ഞെരടി വേണം ഇടാൻ. അത് കട്ടിയായിട്ട് ചിലപ്പോൾ ഇരിക്കും, അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഞെരടി നല്ലതായിട്ടൊന്ന് ഞെരടിക്കൊണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ ആ ഒരു പൊട്ടിയിരിക്കുന്നതെല്ലാം ഒന്ന് വിടർന്ന് അതിലേക്ക് മാവിലേക്ക് കിടക്കും. അതിനുശേഷം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉള്ളിവട നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രുചിയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ദോശമാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ദോശമാവ് ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് വ്യത്യസ്തമായി പറയുന്നത്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിറത്തിന് വേണ്ടി മാത്രം ഒരു നുള്ളു മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി നമ്മൾ ചേർത്ത് ഇതിനെ നന്നായി നമ്മൾ ഇളക്കുക. ഇതിൽ മാവിന് വെള്ളമയം ഉള്ളത് കൊണ്ട് ഇത് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് നമ്മൾ ഇളക്കിയാൽ മതി. കാരണം ഇത് ഇളക്കി നോക്കിയിട്ട് പരുവത്തിന് ഇത് വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കണം. അപ്പം ഇവിടെ നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലൂസാകാനും പാടില്ല, ഒത്തിരി കട്ടിയാകാനും പാടില്ല. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ടെക്സ്ചറിൽ വേണം നമുക്ക് മാവിരിക്കാൻ. ഇതിനെ ഒരു അരമണിക്കൂർ നമ്മൾ കുതിരാൻ വേണ്ടി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു ചീനിച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് മാവിനകത്തൊന്നൊരു ഉണ്ടയായിട്ടെടുത്ത് അത് നമുക്ക് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെറിയ തീയിൽ നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉള്ളിവടയ്ക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉള്ളിവടയെക്കാട്ടിലും കുറച്ചും കൂടി കരികരിപ്പും അതുപോലെ തന്നെ രുചിയുമായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചായക്കട സ്റ്റൈൽ ഉള്ളിവട ഉണ്ടാക്കുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും പാസ്സാക്കണം. താങ്ക് യു.